കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ വി.ഡി. സതീശൻ ഇരിക്കുമ്പോൾ അതിലേക്ക് നയിച്ചവരിൽ നിർണായക റോൾ വഹിച്ചത് രണ്ടു കൂട്ടരാണ്. ഒന്ന്, കേരളത്തിന്റെ ജനവികാരം സതീശനൊപ്പമെന്ന് തിരിച്ചറിഞ്ഞ മുസ്ലിം ലീഗ്. രണ്ടാമതായി, കേരളത്തിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാവായ വി.എം. സുധീരൻ. സതീശനെ മാറ്റി നിർത്തി കെ.സിയെ രംഗത്തിറക്കാൻ വേണ്ടി നടന്ന ശ്രമങ്ങളെയെല്ലാം അവസാന നിമിഷം തളർത്തിക്കളഞ്ഞത് ഇവരുടെ ഇടപെടലാണ്. വി.എം. സുധീരൻ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ നിർണായകമായ 2 മണിക്കൂർ സംഭാഷണമാണ് സതീശന്റെ തലവര മാറ്റിയത്. വി.ഡി. സതീശന് കേരളത്തിലുള്ളത് വെറും പെയ്ഡ് PR തള്ളാണെന്നും സോഷ്യൽ മീഡിയയിലെ ആവേശം കൃത്രിമമാണെന്നുമായിരുന്നു കെ.സിയെ അനുകൂലിച്ചവർ വാദിച്ചത്. എന്നാൽ സതീശന്റെ പിന്നിലുള്ളത് കേരളത്തിലെ സ്ത്രീകളുടെയും യുവാക്കളുടെയും യഥാർത്ഥ വികാരമാണെന്ന് സുധീരൻ കണക്കുകൾ നിരത്തി രാഹുലിനെ ബോധ്യപ്പെടുത്തി. സതീശനെ തഴഞ്ഞാൽ അത് കേരളത്തിൽ കോൺഗ്രസിന്റെ ആത്മഹത്യയായിരിക്കുമെന്ന സുധീരന്റെ താക്കീത് രാഹുലിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിദ്വേഷ പ്രസ്താവനകളെ സതീശൻ നേരിട്ട രീതിയെ സുധീരൻ വാനോളം പുകഴ്ത്തി. മതേതരത്വം ഉയർത്തിപ്പിടിച്ച സതീശന് ഈഴവ സമുദായത്തിൽ പോലും സ്വീകാര്യത കൂടിയെന്ന് സുധീരൻ രാഹുലിനെ ധരിപ്പിച്ചു. വെള്ളാപ്പള്ളിയെ സുഖിപ്പിക്കാൻ നോക്കിയ പിണറായിക്ക് തിരിച്ചടി കിട്ടിയപ്പോൾ നിലപാടിൽ ഉറച്ചു നിന്ന സതീശൻ ജനകീയനായത് എങ്ങനെയെന്ന് വ്യക്തമായതോടെ രാഹുലിന്റെ സംശയങ്ങൾ മാറി. കെ. മുരളീധരൻ പോലും 15 മിനിറ്റിൽ കൂടിക്കാഴ്ച തീർത്തപ്പോൾ സുധീരൻ 2 മണിക്കൂർ എടുത്തത് സതീശന്റെ കാര്യത്തിൽ നിർണായകമായി. സതീശന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രകടനങ്ങൾ ഹൈക്കമാൻഡിനെ വിരട്ടാൻ കെ.സി പക്ഷം സംഘടിപ്പിച്ചതാണെന്ന ആരോപണത്തെ ശരിവെക്കാൻ സുധീരൻ തയ്യാറായില്ല. ഇത് ജനങ്ങളുടെ സ്വാഭാവിക പ്രതികരണമാണെന്നും സതീശനെ മാറ്റുന്നത് രാഹുലിന്റെ പ്രിയങ്കയുടെയും രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.